ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഓൺ എന്ന ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിൽ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഈ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് റീചാർജ് ചെയ്യാവുന്നതാണ്. ഈ ആപ്പിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്ത സെൻട്രിക്ക BASF കോൺസെപ്റ്റാണ്. ഈ രണ്ട് ആപ്പും പ്രോഫിറ്റായിരുന്നു. ഈ രണ്ട് ആപ്പും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് കേട്ടാൽ മനസ്സിലാകും. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ സൈൻ അപ്പ് ബോണസായിട്ട് 15 രൂപ വാലറ്റിൽ ഉണ്ടായിരിക്കും. ആ എമൗണ്ട് ലെസ് ചെയ്ത് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇതിലെ ബേസിക് പ്ലാന് 600 രൂപയാണ്. 30 രൂപ വെച്ചിട്ട് ഡെയിലി കിട്ടുന്നുണ്ട്. പിന്നെ 700 രൂപയാണ് അടുത്ത പ്ലാന്, 42 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പ്ലാന് 800 രൂപയാണ്, 56 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഡെയിലി വാലറ്റിൽ ആഡ് ആകും. സാധാരണ ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിൽ വാലറ്റിൽ ഡെയിലി ആഡ് ആവില്ല, പക്ഷേ ഈ ആപ്പിൽ ഡെയിലി വാലറ്റിൽ ആഡ് ആകും. ഈ 3 പ്ലാനും ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാനും ഇതിൽ പ്രീസെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രീസെയിൽ പ്ലാൻസ് ഓപ്പൺ ആകുമ്പോൾ ഈ ആപ്പ് ക്ലോസ് ആകും. പിന്നെ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിൽ പ്ലാൻസുകളൊന്നും ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. ഇത് ലോഞ്ച് ആകുമ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാം. എൻ്റെ ഗ്രൂപ്പ് ഫോളോ ചെയ്തോളൂ. ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞ സെൻട്രിക്ക BASF ആപ്സിലെല്ലാം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 200 രൂപ ഡെയിലി ഇൻകം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 600 രൂപ ഇൻവെസ്റ്റ് ചെയ്ത 30 രൂപ വളരെ കുറഞ്ഞതാണ്. കുറച്ച് ലോങ് പോകുന്ന കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ലോങ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ വിഡ്രോ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഹോം പേജിലേക്ക് വന്ന് ഇതിൽ വിഡ്രോ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താണ് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇതിൽ വിഡ്രോ എമൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 200, 300, 400 അങ്ങനെയാണ് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റൂ. അതിനുശേഷം ട്രേഡ് പാസ്വേഡ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ചെയ്താൽ വിഡ്രോവൽ സബ്മിറ്റ് ആകും. ഇനി ഇതിൽ റീചാർജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡെപ്പോസിറ്റ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാലറ്റിലുള്ള എമൗണ്ട് ലെസ് ചെയ്ത് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. പിന്നീട് ഡെപ്പോസിറ്റ് മെത്തേഡെല്ലാം നോക്കി അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കാവുന്നതാണ്. ഗൂഗിൾ പേ വഴിയായോ Paytm അല്ലെങ്കിൽ ഫോൺ പേ വഴിയായോ റീചാർജ് ചെയ്യാം. ഈ ആപ്പിൻ്റെ ഒഫീഷ്യൽ ചാനലുണ്ട്, ടെലിഗ്രാം ചാനൽ. അതിൽ ജോയിൻ ചെയ്യണം. ഈ ഒഫീഷ്യൽ ചാനൽ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ ഡെയിലി എക്സ്ചേഞ്ച് കോഡ് വരുന്നുണ്ട്. അത് ഈ ക്യാഷ് എക്സ്ചേഞ്ച് എന്നുള്ള സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് റിഡം എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് അതിൽ നിന്നും കിട്ടും. നമ്മുടെ താഴെ ആരെയെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. അതിൽ ഷെയർ ലിങ്ക് ഫോർ റവന്യൂ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ കഴിയും. ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ലിങ്ക് ഷെയർ ചെയ്ത് അവരെയും ഈ കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഡെപ്പോസിറ്റ് എമൗണ്ട് വാലറ്റിൽ ആഡ് ആയിട്ടില്ലെങ്കിൽ കസ്റ്റമർ സർവീസിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സർവീസ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക. ഇവിടെ സൈനഡ് എന്നുള്ള സ്ഥലത്താണ് ഡെയിലി ചെക്ക് ഇൻ സൈൻ ചെയ്യേണ്ടത്. അതിൽ സൈൻ ചെയ്താൽ അതിലൊരു എമൗണ്ട് വാലറ്റിൽ ആഡ് ആവും. ഇനി ഇതിൽ റെക്കോർഡ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആകും. ഇതിൽ ബാലൻസ് റെക്കോർഡ്സ് എന്ന സ്ഥലത്ത് നമ്മുടെ വാലറ്റിൽ ആഡ് ആവുന്ന എമൗണ്ട്, ഡെയിലി ചെക്ക് ഇൻ എമൗണ്ട്, കമ്മീഷൻ എമൗണ്ട് അതെല്ലാം കാണിക്കും. ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ഇതിൽ കാണിക്കും, ഡെപ്പോസിറ്റ് റെക്കോർഡ് എന്നുള്ള സ്ഥലത്ത്. വിഡ്രോ ചെയ്ത എമൗണ്ട് വിഡ്രോ റെക്കോർഡ്സ് എന്ന സ്ഥലത്ത് കാണിക്കും. പിന്നെ ഏണിങ്സ് ഡെയിലി ഇൻകം വരുമല്ലോ, ഡെയിലി ഇൻകം ആഡ് ആകും വാലറ്റിൽ. ആ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഡെയിലി ഇൻകം ആഡ് ആകുന്നത് ഏണിംഗ് റെക്കോർഡിൽ കാണിക്കും. കമ്മീഷൻ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലുള്ള കമ്മീഷൻ റെക്കോർഡിൽ കാണിക്കും. റിവാർഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് റിവാർഡ് എന്ന സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് റീചാർജ് ചെയ്യാവുന്നതാണ്. ഏത് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഓൺ ചോയ്സാണ്. ഞാൻ സീക്രട്ട് ലിങ്ക് ലോങ് ടൈം ആപ്സുകളും ചെയ്യുന്നുണ്ട്. ഏതിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ലിങ്ക് ചോദിക്കാം, കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്ത് ലിങ്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ നിന്ന് ലിങ്ക് ചോദിച്ച് വാങ്ങുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ റീചാർജ് ചെയ്യണമെന്നുള്ളത് കമ്പൽസറിയാണ്.